ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും പുത്തൻ വീട് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോയില് നമ്മുടെ ജാനകി നമ്മുടെ അപർണ എന്തായാലും സത്യം പറയുന്നില്ല. അപ്പൊ നമ്മുടെ അപർണയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദയവേദ എന്നോട് കരയണം, എന്നോട് കുറച്ചെങ്കിലും കരുണയുണ്ടെങ്കിൽ ഞാനും ഒരു അമ്മയല്ലേ, നിങ്ങൾക്ക് എന്റെ സങ്കടം മനസ്സിലാവില്ലേ, ദയവേത് പറഞ്ഞു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അപർണയുടെ അമ്മക്ക് കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിയാം. പക്ഷെ അപർണയുടെ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ നീ വിചാരിക്കുന്നത് പോലെ തമ്പിയോ അപർണയോ ആരുമല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ജാനകി ഞെട്ടി നിൽക്കുക. അവരല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അപർണയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ റിസോർട്ടിന്റെ മുതലാളി ആരാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ജാനകി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അതാരാണ്, ഇനി വേറെ ആരാണ് തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള രീതിയിൽ. അപ്പൊ തന്നെ നമ്മുടെ അപർണ പറയുന്നുണ്ട്, അപർണയുടെ അമ്മ പറയുന്നുണ്ട്, രാഘവനാണ് റിസോർട്ടിന്റെ മുതലാളി, കുഞ്ഞ് അവന്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നീ അബിയോട് ആരോടും പറയരുത് എന്നൊക്കെ, അബിയും നീയും മാത്രം അറിയാൻ പാടുള്ളൂ, വേറെ ആരോടും ഈ കാര്യങ്ങൾ പറയരുതെന്ന് നമ്മുടെ അപർണയുടെ അമ്മ ഭയങ്കര എന്താ പറയുക നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അബി നമ്മുടെ രാഘവന്റെ വീട്ടിൽ പോയി വാതിലൊക്കെ തുറന്ന് എല്ലാവരും ഇടിച്ചൊക്കെ ഇട്ട് ഉള്ളിലേക്ക് പോകുന്ന നമ്മുടെ പൊന്നിനെ രക്ഷിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ വേറൊരു ട്വിസ്റ്റ്, നമ്മുടെ ലച്ചു നമ്മുടെ പൊന്നിനെയും എടുത്ത് പുറത്തേക്ക് വരുന്നൊരു രംഗങ്ങളാട്ടോ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ അപർണയും തമ്പിയും മാത്രമല്ല, ഇനിയും നമ്മുടെ ജാനകിക്കും അബിക്കും ഒട്ടേറെ ശത്രുക്കൾ ഇനിയുമുണ്ട്. നമ്മുടെ അപർണ മനഃപൂർവ്വമാണോ ആ രാഘവന്റെ വീട് റിസോർട്ട് സെലക്ട് ചെയ്തതെന്നും അതിന് പിന്നിലെ വേറെ കളികൾ ഇവർ ഒത്തൊരുമിച്ചുള്ള കളിയാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.